ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം മികച്ചൊരു റിട്ടേൺ നേടാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഒരു 5-6 വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡുകൾ കാണിക്കുന്നത്. 2024 ആദ്യത്തെ 6 മാസം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച വർഷങ്ങളായിരുന്നു. അത് 2 കാരണങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. രണ്ടാമത്തേത്, വളരെ മികച്ചൊരു ബുൾ റണ്ണിന്റെ പാതയിലാണ് ഇപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ മികച്ചൊരു നേട്ടം നേടാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട രീതികളും അതോടൊപ്പം തന്നെ ഞാൻ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 പോർട്ട്ഫോളിയോ സ്റ്റോക്കുകളെയും പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഞാനാണ്. മറ്റു പലർക്കും ഉള്ളതുപോലെ എനിക്കും 2 തരത്തിലുള്ള പോർട്ട്ഫോളിയോകളാണ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത്. ഒന്ന്, ഒരു ലോങ് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം സ്റ്റോക്കുകളും, രണ്ടാമത്തേത് ഇടത്തരം ആവശ്യങ്ങൾക്ക്, ഇടക്കാല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിംഗ് ട്രേഡിങ്ങിനായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ. എന്റെ ലോങ് ടേം സ്റ്റോക്കുകളെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയപ്പെടുന്നത് ക്രോർപതി സ്റ്റോക്കുകൾ എന്നുള്ള രീതിയിലാണ്. അതായത് ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന കുറച്ച് മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു 10 സ്റ്റോക്കുകളുടെ ഒരു കൂട്ടമാണ് ഈ ക്രോർപതി സ്റ്റോക്കുകൾ. അങ്ങനെ ഒരു 10 സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോയും പിന്നെ ഒരു 14 സ്റ്റോക്കുകളുടെ മറ്റൊരു സ്വിംഗ് പോർട്ട്ഫോളിയോയും അടക്കം ആകെ 24ഓളം സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഈ 24 സ്റ്റോക്കുകളിൽ ഞാൻ ഒരൊറ്റ ദിവസം പോയിട്ട് മൊത്തം പൈസ എടുക്കുകയോ ചെയ്യുക എന്നുള്ള രീതിയല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്നുള്ളതാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്റെ താരതമ്യേന വിജയത്തിന് കാരണമായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാരണവശാലും വലിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള അല്ലെങ്കിൽ വലിയ അളവിൽ ഒരു സ്റ്റോക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതായത് എനിക്കിപ്പോ 1 ലക്ഷം രൂപ ഒരു സ്റ്റോക്കിൽ വാങ്ങണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ 8-10 തവണയായിട്ടാണ് വാങ്ങുക. അങ്ങനെ ചെറിയ ചെറിയ തവണകളായിട്ട് വാങ്ങുന്നതോടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ആവറേജ് ബെനിഫിറ്റ് കിട്ടുകയും നല്ല സ്റ്റോക്കുകളാണെങ്കിൽ മേളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിരമിഡിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ചെറിയ രീതിയിൽ ബൈ ചെയ്യുന്നതിനുള്ള ഗുണം. ഈ ചെറിയ രീതിയിൽ ബൈ ചെയ്യുന്നതിന് നമ്മൾക്ക് സാധാരണ ഒരു ഫുൾ സർവീസ് ബ്രോക്കറെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഗുണം ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ബൈക്കും 20 രൂപയും ഓരോ സെല്ലിനും 20 രൂപയും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ ഇനത്തിൽ തന്നെ ധാരാളം പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്ന എം സ്റ്റോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എന്റെ സ്വിംഗ് ട്രേഡിങ്ങിനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത്. 0 ബ്രോക്കറേജ് തരുന്ന, അതായത് 1 രൂപ പോലും ബ്രോക്കറേജോ ആനുവൽ മെയിൻ്റനൻസോ ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് സർവീസ് തരുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 1 വർഷത്തിന് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഈ കമ്പനിയിൽ 10 ലക്ഷം ആക്റ്റീവ് കസ്റ്റമേഴ്സും അവർക്ക് 145ഓളം കോടി രൂപ ബ്രോക്കറേജ് ഇനത്തിൽ ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് സ്റ്റോക്ക് നിങ്ങൾ ഡെലിവറി എടുക്കുക, ഇൻട്രാഡേ എടുക്കുക, ഫ്യൂച്ചേഴ്സ് എടുക്കുക, ഓപ്ഷൻസ്, കറൻസി, IPO, ഏത് കാര്യത്തിനായാലും 1 രൂപ പോലും ബ്രോക്കറേജ് എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഗുണം. അങ്ങനെ വരുമ്പോൾ സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനുള്ള ചെലവുകൾ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കാൾ പകുതിയോ അതിൽ താഴെയാക്കി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത്. ഈ 0 ബ്രോക്കറേജ് എന്ന് പറഞ്ഞ് വരുന്ന പല സ്ഥാപനങ്ങളിലും പല ഹിഡൻ ചാർജുകളും ഉണ്ടാവാറുണ്ട് എന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ 1 രൂപ പോലും ഹിഡൻ ചാർജ് ആയിട്ട് ഇതുവരെയും ഏകദേശം 1-1.5 വർഷമായിട്ട് എൻ്റെ നിന്ന് പിടിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് 20 രൂപ ബ്രോക്കറേജ് ഉള്ള ഒരു സ്ഥാപനത്തിലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ആവറേജ് ഒരു 10 ട്രാൻസാക്ഷൻ ഡെയിലി നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 48,000 രൂപ ആ വഴിക്ക് തന്നെ നിങ്ങൾക്ക് ബ്രോക്കറേജ് ഇനത്തിൽ നഷ്ടം വരുമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. വലിയ രീതിയിലുള്ള നഷ്ടമില്ലാതിരിക്കുന്നതിന് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 999 രൂപ 0 ബ്രോക്കറേജിന് വേണ്ടിയും മറ്റൊരു 999 രൂപ AMC ആനുവൽ മെയിൻ്റനൻസ് ചാർജുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും കൊടുത്തുകൊണ്ട് ഞാൻ ഇവരുടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് MTF എന്ന് പറഞ്ഞിട്ടുള്ളൊരു
സംവിധാനം, മാർജിൻ ട്രേഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു 6.99% മുതൽ പലിശ കൊടുത്തുകൊണ്ട് ഒരു അഡീഷണൽ ആയിട്ട് മാർജിൻ വാങ്ങാനും അതുവഴി നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്താനുമായിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. സാധാരണ യൂസേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ വലിയ നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധിച്ച് മാത്രം MTF ഫെസിലിറ്റികൾ കൈകാര്യം ചെയ്യുക. പക്ഷേ ഒരു സീറോ ബ്രോക്കറേജ് അക്കൗണ്ട് എടുക്കുന്നതിനായിട്ട്, അതുപോലെ സീറോ ആനുവൽ മെയിൻ്റനൻസ് ചാർജിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് M-Stockന്റെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്റെ ഒന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ വാങ്ങുകയും ചെറിയ രീതിയിൽ വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ രീതിയിൽ വാങ്ങി വിറ്റ് പോകുന്നത് എല്ലാ സമയത്തും ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏതെങ്കിലും കാര്യമായിട്ടുള്ള രീതിയിലുള്ളൊരു താഴ്ച വരുന്ന ഒരു സമയത്ത് അത്യാവശ്യം വലിയ രീതിയിൽ വാങ്ങുക. നമ്മളിപ്പോ 10 രൂപയ്ക്ക് എല്ലാ ആഴ്ചയും വാങ്ങുന്ന ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴ്ച വരുന്നെന്ന് നമ്മൾ ചിലപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങും. അതായത് 10 ഇരട്ടി ശക്തിയോട് കൂടി നമ്മൾ അതിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലൊരു സർപ്ലസ് എമൗണ്ട് ഉണ്ടായിരിക്കണം, അല്ലെ? അതാണ് ഞാൻ എന്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഫണ്ട്, ഒരു FD-യിലും SB-യിലും അതുപോലെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിലും ഒക്കെ ആയിട്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റി ഫണ്ട് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ആവശ്യത്തിലുള്ള പൈസ പിൻവലിക്കുക, നമ്മൾ ആ സമയത്ത് സ്റ്റോക്കുകൾ വലിയ രീതിയിൽ വാങ്ങുക എന്നുള്ളത് ബൈയിങ് ഓൺ ഡിപ്പ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ നല്ല കാര്യമായിട്ട് തോന്നുന്നത്, ഞാൻ കോറായിട്ട് കൺസിഡർ ചെയ്ത സ്റ്റോക്കുകൾ അത് ഒരു കാരണവശാലും ചുമ്മാ വിറ്റ് കളയുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വിറ്റ് കളയാതിരിക്കുക എന്നുള്ള ഒരു രീതി ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിങ് അത് നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ വാങ്ങിയും വിറ്റും ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ലാഭത്തിനേക്കാൾ നല്ല ഒരു ലാഭമായിരിക്കും നമ്മൾ ഒരു ലോങ് ടേം ഹോൾഡ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്നുള്ളത് എന്റെ പല സ്റ്റോക്കുകളും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്ന 4 സ്റ്റോക്കുകൾ ഏകദേശം അതേ ഒരു രീതിയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കാപ്ലിൻ പോയിന്റ് ലാബോറട്ടറീസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്മോൾ ക്യാപ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. വളരെ മികച്ച രീതിയിലുള്ള ലാഭം എനിക്ക് തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. രണ്ടാമത്തെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. ഈ ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാസ് ഓഫറിംഗുകൾ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നുള്ള രീതിയിൽ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. വളരെ മികച്ച ലാഭം തന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. മൂന്നാമത്തെ നാലാമത്തെ കമ്പനികൾ എന്റെ ബാക്കിയുള്ള 2 സ്ട്രാറ്റജി കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കോർ പോർട്ട്ഫോളിയോ, ഒരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടെന്ന്. ഈ കോർ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ ഞാൻ ഒരു കാരണവശാലും വിൽക്കാറില്ല, പ്രൊവൈഡഡ് അത് മോശം റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല റിസൾട്ട് തരുന്നുണ്ട്, ലാഭം കൺസിസ്റ്റന്റ് ആയിട്ട് കൂടുന്നുണ്ട്, സെയിൽസ് കൺസിസ്റ്റന്റ് ആയിട്ട് കൂടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും അവരുടെ മാനേജ്മെന്റ് ഭാഗത്തില്ല എന്നുണ്ടെങ്കിൽ അത്രയും സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതേസമയം തന്നെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ സ്റ്റോക്കുകളിൽ നമ്മൾ പീരിയോഡിക് ആയിട്ട് ലാഭം എടുക്കാറുണ്ട്. ഫുള്ളി കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്കിലായിരിക്കും മിക്കവാറും നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് സമീപിക്കുക. അത്തരം സ്റ്റോക്കുകളിൽ നമ്മൾ ലാഭം വന്നു കഴിഞ്ഞാൽ പീരിയോഡിക് ആയിട്ട് ചെറിയ രീതിയിൽ ലാഭം എടുക്കുക എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു എനർജി തരാനും സാധിക്കാറുണ്ട് എന്നുള്ളതാണ് എന്റെ നാലാമത്തെ ഒരു രീതി. കാപ്ലിൻ പോയിന്റിനും ന്യൂജൻ സോഫ്റ്റ്വെയറിനും ശേഷം മൂന്നാമതായിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈക്കോൾ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഓട്ടോ ആൻസിലറി കമ്പനിയാണ് പ്രൈക്കോൾ. വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള, എന്നാൽ എല്ലാ തരം സെഗ്മെന്റ് വണ്ടികളിലും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചില ഓട്ടോ പാർട്ടുകളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാം സ്റ്റോക്ക് പ്രൈക്കോൾ ആണ്. നാലാമത്തെ സ്റ്റോക്ക് ഒരു ബാങ്കിങ് സ്റ്റോക്കാണ്, ചെറിയ ബാങ്കിങ് സ്റ്റോക്കാണ്, ഒരു റീറ്റെയിൽ ബാങ്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. IDFC ഫസ്റ്റ് ബാങ്ക് വളർന്നു വരുന്ന ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഏറ്റവും മികച്ച ലാഭം തരാൻ സാധ്യതയുള്ള വളരെ മികച്ച ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ IDFC ഫസ്റ്റ് ബാങ്കും ഞാൻ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയട്ടെ, ഈ 4 സ്റ്റോക്കുകൾ ഒരു റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ലോങ് ടേം പോർട്ട്ഫോളിയോയിലുള്ള 4 സ്റ്റോക്കുകളാണ് ഇത് ഞാൻ വാങ്ങുന്നത് ചെറിയ ക്വാണ്ടിറ്റികളായിട്ടാണ് വാങ്ങുന്നത്. ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റികളായിട്ട് വാങ്ങുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് M-Stock. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.